എഡ്യൂന അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് പുതിയ വിജ്ഞാനം ക്ഷണിച്ചിട്ടുണ്ട്. ജൂനിയർ ക്ലർക്ക് തസ്തികയിലേക്കാണ് വിജ്ഞാപനം വന്നിട്ടുള്ളത്. വിജ്ഞാപന തീയതി 25/11/2024. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി 10/1/2025. താഴെ പറയുന്ന സഹകരണ സംഘം അഥവാ ബാങ്കുകളിൽ ഒഴിവുള്ള തസ്തികകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് യോഗ്യതയുള്ള വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. നിയമന രീതി നേരിട്ടുള്ള നിയമനം. പരീക്ഷാ ബോർഡ് നടത്തുന്ന OMR പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരീക്ഷാ ബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരം ആയിരിക്കും. നിയമനാധികാരി ബന്ധപ്പെട്ട സഹകരണ സംഘം അഥവാ ബാങ്കുകൾ. അപേക്ഷ സമർപ്പിക്കൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈൽ മുഖേനയാണ്. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത വിദ്യാർത്ഥികൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം പ്രൊഫൈൽ വഴി ഓൺലൈനായി പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് cseb.kerala.gov.in. കാറ്റഗറി നമ്പർ 13/2024 ജൂനിയർ ക്ലർക്ക്. ജൂനിയർ വിദ്യാഭ്യാസ യോഗ്യത. ജൂനിയർ ക്ലർക്ക് അഥവാ കാഷ്യർ വിദ്യാഭ്യാസ യോഗ്യത സഹകരണ നിയമത്തിന് വിധേയം SLC അഥവാ തത്തുല്യ യോഗ്യതയും സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ അടിസ്ഥാന യോഗ്യതയും ആയിരിക്കും. കാസർഗോഡ് ജില്ലയിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ പ്രസ്തുത ജില്ലയിലെ സഹകരണ സംഘം അഥവാ ബാങ്കുകളുടെ നിയമനത്തിന് കർണാടക സംസ്ഥാന സഹകരണ ഫെഡറേഷൻ നടത്തുന്ന സഹകരണ ഡിപ്ലോമ കോഴ്സ് GDC, കേരള സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ JDC തുല്യമായ അടിസ്ഥാന യോഗ്യത ആയിരിക്കും. കൂടാതെ സഹകരണം ഐച്ഛിക വിഷയമായെടുത്ത BCom ബിരുദം അല്ലെങ്കിൽ ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമ കേരള സംസ്ഥാന സഹകരണ യൂണിയൻ്റെ HDC അല്ലെങ്കിൽ HDC ആൻഡ് BM അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ HDC അല്ലെങ്കിൽ HDCM അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയുടെ BSc സഹകരണം ആൻഡ് ബാങ്കിങ് കോഴ്സ് പാസ്സായിരിക്കണം. കോപ്പറേറ്റീവ് സഹകരണ സംഘം അഥവാ ബാങ്കിലേക്കാണ് ക്ലർക്ക് തസ്തികയിൽ വേക്കൻസി വന്നിട്ടുണ്ട്. ഓരോ ബാങ്കിലും ക്ലർക്കിൻ്റെ വേക്കൻസി ഉണ്ട്. സാലറി സ്കെയില് 17,360 മുതൽ 44,650 വരെ. ഇത് ഓരോ സാലറി സ്കെയില് ഓരോ സഹകരണ ബാങ്കിൻ്റെ അഥവാ സഹകരണ സംഘത്തിൻ്റെ ആയിരിക്കും. ഫിക്സ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും അവിടുത്തെ സാലറി വരുന്നത്. ആദ്യം കൊടുത്തേക്കുന്ന കേരള ഗസറ്റർ ഓഫീസർ സഹകരണ സംഘം T424 തിരുവനന്തപുരം. അതിലേക്ക് ക്ലർക്ക് തസ്തിക ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. സ്കെയിൽ ഓഫ് പേ വന്നിട്ട് 17,360 മുതൽ 47,650 വരെയാണ്. അടുത്ത ഒറ്റ സഹകരണ ബാങ്ക് ജൂനിയർ ക്ലർക്ക് തസ്തികയിൽ 4 വേക്കൻസി ഉണ്ട്. ജനറൽ
കാറ്റഗറിയാണ് വന്നിരിക്കുന്നത്. 18,300 മുതൽ 46,830 വരെയാണ് സ്കെയിൽ ഓഫ് പേ. തിരുവനന്തപുരം സഹകരണ ബാങ്ക്, അർബൻ ബാങ്ക്. തിരുവനന്തപുരം സഹകരണ അർബൻ ബാങ്ക് 1959 തിരുവനന്തപുരം. ജൂനിയർ ക്ലർക്ക് തസ്തികയിൽ 5 വേക്കൻസി ഉണ്ട്. ഭിന്നശേഷി വിഭാഗത്തിനായി 1 വേക്കൻസി സംവരണം ചെയ്തിരിക്കുന്നു. ജനറൽ 4 വേക്കൻസിയാണുള്ളത്. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി 752 തിരുവനന്തപുരം. ജൂനിയർ ക്ലർക്ക് 1 വേക്കൻസി. ജനറൽ കാറ്റഗറിയാണ്. വെട്ടൂർ സർവീസ് സഹകരണ ബാങ്ക് 728 തിരുവനന്തപുരം. ജൂനിയർ ക്ലർക്ക് 3 തസ്തികയുണ്ട്. മൈലച്ചൽ സർവീസ് സഹകരണ ബാങ്ക് 683. ജൂനിയർ ക്ലർക്ക് 4 വേക്കൻസി ഉണ്ട്. ജനറൽ കാറ്റഗറിയാണ്. ജനറൽ ആണ്. പൂയപ്പള്ളി സഹകരണ ബാങ്ക് ജൂനിയർ ക്ലർക്ക് 2, ഭിന്നശേഷി വിഭാഗത്തിന് വേണ്ടി 1 വേക്കൻസിയും ജനറൽ 1 വേക്കൻസിയും ഉണ്ട്. പട്ടാഴി സർവീസ് സഹകരണ ബാങ്ക് ജൂനിയർ ക്ലർക്ക് 2, SC/ST 1, ജനറൽ 1. ശാസ്താംകോട്ട പ്രൈമറി കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ജൂനിയർ ക്ലർക്ക് 2, SC/ST 1. തേവലക്കര ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് ജൂനിയർ ക്ലർക്ക് 4 എല്ലാം ജനറൽ ആണ്. പെരിനാട് CKP വിലാസം സർവീസ് സഹകരണ ബാങ്ക് ജൂനിയർ ക്ലർക്ക് ജനറൽ. പടിഞ്ഞാറെ കൊല്ലം സർവീസ് സഹകരണ ബാങ്ക് സഹകരണ ബാങ്കിലെ ഓരോ ബാങ്കിലും വേക്കൻസി ഉണ്ട്. നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ വിശദമായി വായിച്ചു നോക്കിയ ശേഷം അപ്ലൈ ചെയ്യാവുന്നതാണ്.
കേരളത്തിലെ വിവിധ ജില്ലകളിലെല്ലാം തന്നെ വേക്കൻസി വന്നിട്ടുണ്ട്. എല്ലാവർക്കും അപ്ലൈ ചെയ്യാനുള്ള വേക്കൻസി ഉണ്ട്. അത് ഒന്നിൽ കൂടുതൽ ബാങ്കിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ജനറൽ കാറ്റഗറി എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. SC/ST സംവരണം ഉള്ളവർക്ക് അത് മാത്രം അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. ഭിന്നശേഷി വിഭാഗത്തിലുള്ള സ്ത്രീക്ക് ആ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുള്ളൂ. ഓരോ ബാങ്കും അവിടുത്തെ തസ്തിക എങ്ങനെയാണെന്നും ജനറലാണോ കാറ്റഗറി നോക്കി അപേക്ഷിക്കേണ്ടതാണ്. സഹകരണ സർവീസ് ബോർഡിൻ്റെ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ ലഭ്യമാണ്. നോട്ടിഫിക്കേഷൻ വിശദമായി വായിച്ച് മനസ്സിലാക്കിയ ശേഷം അപ്ലൈ ചെയ്യാം. ഓരോ ഓൺലൈനായിട്ട് അപേക്ഷിക്കുമ്പോൾ തന്നെ ഏതൊക്കെ സഹകരണ ബാങ്കാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത്. പ്രായപരിധി വരുന്നത് 1/1/2024 18 വയസ്സ് തികഞ്ഞിരിക്കേണ്ടതും 40 വയസ്സ് കവിയാൻ പാടില്ലാത്തതുമാണ്. പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ 5 വർഷത്തെ ഇളവ് ലഭിക്കുന്നുണ്ട്. പ്രായപരിധി 1/1/2024 18 വയസ്സ് തികഞ്ഞിരിക്കേണ്ടതും 40 വയസ്സ് കഴിയാൻ പാടില്ലാത്തതുമാകുന്നു. പട്ടികവർഗക്കാർക്ക് ഉയർന്ന പ്രായപരിധിയിൽ 5 വർഷത്തെ ഇളവുണ്ട്. മറ്റ് പിന്നോക്ക വിഭാഗത്തിന് നിയുക്ത ഉടമമാർക്കും പൊതുവിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും EWS 3 വർഷത്തെ ഇളവും ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെ ഇളവും വിധവകൾക്ക് 5 വർഷത്തെ ഇളവും ലഭിക്കുന്നതാണ്. സഹകരണ പരീക്ഷാ ബോർഡ് നടത്തുന്ന OMR പരീക്ഷ 80 മാർക്കിനാണ്. ഒരു സംഘം അഥവാ ബാങ്കിൻ്റെ യോഗ്യതാ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾ പ്രസ്തുത സംഘത്തിലെ അഭിമുഖം പരമാവധി 15 മാർക്കിന് ആയിരിക്കും. ആയതിൽ അഭിമുഖത്തിന് ഹാജരായാൽ മിനിമം 3 മാർക്ക് ലഭിക്കുന്നതാണ്. ബാക്കി 12 മാർക്ക് അഭിമുഖത്തിൻ്റെ പ്രകടനത്തിനാണ്. ഉദ്യോഗാർത്ഥികൾ പരീക്ഷാ ഫീസിനൊപ്പം സർക്കാരിൻ്റെ 13/8/2024 ഉത്തരവ് പ്രകാരം 18% GST കൂടി അടയ്ക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾ ഒന്നിൽ കൂടുതൽ സഹകരണ സംഘം ബാങ്കുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പൊതുവിഭാഗക്കാർക്കും വയസ്സിളവ് ലഭിക്കുന്നവർ ഉൾപ്പെടെയുള്ളവർക്കും ഒരു സംഘം ബാങ്കിന്
150 രൂപയും തുടർന്നുള്ള ഓരോ ബാങ്കിനും 50 രൂപ വീതം അധികമായി ഫീസായി അടയ്ക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ അപേക്ഷയിൽ സഹകരണ സംഘം ബാങ്കിന് 50 രൂപയും തുടർന്നുള്ള ഓരോ സംഘം ബാങ്കിന് 50 രൂപ വീതം അധികമായി പരീക്ഷാ ഫീസായി അടയ്ക്കണം. ഉദ്യോഗാർത്ഥികൾ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റ് kerala.cseb.kerala.gov.in പരിശോധിച്ച് വിജ്ഞാപനം വായിച്ചു നോക്കിയ ശേഷം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുക. തപാൽ മുഖേന അയക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്ന അവസരത്തെ പരീക്ഷാ ഫീസ് ഒറ്റത്തവണ അടച്ച ശേഷം സാങ്കേതിക തകരാറ് മൂലം അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോകുകയും അപേക്ഷ പൂർണ്ണമാകാതെയും വരുന്ന സാഹചര്യത്തിൽ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൽ ബന്ധപ്പെട്ട് നിർദ്ദേശം ലഭിച്ച ശേഷം മാത്രമേ വീണ്ടും ഫീസ് അടയ്ക്കാൻ പാടുള്ളൂ. വിദ്യാർത്ഥികൾ ഓൺലൈനായി വിജ്ഞാനം പ്രകാരമുള്ള അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ മൈ ആപ്ലിക്കേഷനിൽ നിന്നും അപേക്ഷ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. വിദ്യാഭ്യാസ യോഗ്യത. അപേക്ഷ സ്വീകരിക്കേണ്ട അവസാന തീയതിക്ക് മുൻപായി നിശ്ചിത വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവർ മാത്രം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. സഹകരണ സ്ഥാപനങ്ങൾ നിയമനങ്ങൾ. ശാരീരിക വൈകല്യമുള്ള വ്യക്തികൾക്ക് 3% പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിന് സഹകരണ രജിസ്ട്രാറുടെ സർക്കുലറും പ്രസ്തുത സർക്കുലറിനനുബന്ധത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് സർക്കാർ പ്രകാരം ഒഴിവ് നിർത്തുന്നതായിരിക്കും. സഹകരണ സംഘം ബാങ്കുകളിൽ ജീവനക്കാരുടെ എണ്ണം 100 അതിൽ കൂടുതലാണെങ്കിൽ 100 വീതം എടുത്ത് 33, 63, 91 എന്നീ ക്രമങ്ങൾ നമ്പറിൽ ശാരീരിക വൈകല്യമുള്ള വ്യക്തികൾക്ക് നിയമനം നൽകിക്കൊണ്ട് 3% സംവരണം പാലിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 10/1/2025. അതത് ജില്ലയിലൊക്കെയുള്ള സഹകരണ ബാങ്കിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇത് ഏറ്റവും വീടിനടുത്തുള്ള സഹകരണ ബാങ്കിൽ, അതിൽ സഹകരണ സൊസൈറ്റിയിൽ, കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ജോലി ലഭിക്കാൻ വേണ്ടി മുതിർന്നതാണ്. ഇതിൽ വരുന്ന ആപ്ലിക്കേഷൻ പൂർണ്ണമായി വായിച്ചു നോക്കുക. ഏതൊക്കെ ബാങ്കാണ് വിളിച്ചിട്ടുള്ളത് നോക്കുക. ഒഴിവുള്ളത് നോക്കി അപ്ലൈ ചെയ്യേണ്ടതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോ വരുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ കൂടുതൽ പേരിലേക്ക് എത്തുന്നതിനായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.